പൈസ കളഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴും എനിക്ക് ഈ ഹോസ്പിറ്റലിൽ കയറുമ്പോഴും ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഭാര്യയുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് വളരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ട്രീറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ത് ഡൗട്ട് ഞാൻ ഒരുപാട് ഡൗട്ട് വെറുതെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദേഷ്യം കൂടാതെ നല്ല രീതിയിൽ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരുന്ന നേഴ്സുമാരും അതുപോലെ അരവിന്ദ് സാർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരും. അതുപോലെ നല്ല ട്രീറ്റ്മെൻറ്റാണ്. IVF എല്ലാവരുടെയും ധാരണ ഫുൾ ബെഡ് റെസ്റ്റ് എന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ബെഡ് റെസ്റ്റ് ഒന്നും എടുത്തിട്ടേ ഇല്ല. എൻ്റെ പേര് മോഹനൻ, വൈഫിൻ്റെ പേര് പാർവതി. ഞങ്ങൾ കൊടുവായൂർ പഞ്ചായത്തിലെ പേഴുംകടന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു 5 ഭാഗത്തോളം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. പാലക്കാട് തന്നെ 4 ഭാഗത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, തൃശ്ശൂർ അങ്ങനെ 5 ഭാഗത്താണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അവിടെ തന്നെ കുറേ പൈസ കളഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴും എനിക്ക് ഈ ഹോസ്പിറ്റലിൽ കയറുമ്പോഴും ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഭാര്യയുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രം. ഇനി 2 എന്താണ് പറയുക, ഞങ്ങളുടെ സ്വർണ്ണ ഖനികളാണ് രണ്ടും. ഞങ്ങളുടെ 2 സ്വർണ്ണ മുത്തുകളാണത്. IVF എല്ലാവരുടെയും ധാരണ ഫുൾ ബെഡ് റെസ്റ്റ് എന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ബെഡ് റെസ്റ്റ് ഒന്നും എടുത്തിട്ടേ ഇല്ല. എന്താ വെച്ചാൽ വീട്ടിൽ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കുറച്ച് ശ്രദ്ധിക്കേണ്ടെന്നല്ല, എന്നാലും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ ഫുള്ളി ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ മറ്റേ ആരെന്ത് പറഞ്ഞ് ആ ട്രീറ്റ്മെൻറ്റ് മുഴുവൻ ചെയ്യണം. ആയുർവേദത്തിൽ കുറേ പോയി, ഹോമിയോയിൽ കുറേ പോയി, അങ്ങനെ അലോപ്പതി. ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ തന്നെ കുറേ ആശുപത്രി നോക്കി, IUI ചെയ്തു, അത് സക്സസ് ആയില്ല. പിന്നെ ഐശ്വര്യയിൽ വരെ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. എന്താ വെച്ചാൽ അവിടെ പോയി വന്ന് ഒരുപാട് പൈസയാവും, അങ്ങനെ ഒരു പേടിയായിരുന്നു. പിന്നെ എന്തോ ആവട്ടെ പറഞ്ഞിട്ടാണ് ഞാൻ ഐശ്വര്യ ഞാൻ മുൻകൈ എടുത്തിട്ടാണ്. ഹസ്ബൻഡിന് താല്പര്യം പറഞ്ഞ ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഇവിടെ വന്നത്. കുറേ പേര് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഈ കുട്ടികളില്ലാതിരിക്കേണ്ട, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. എനിക്കൊരു വാശിയായിരുന്നു, ഒരു കുട്ടിയെങ്കിലും വേണമെന്ന് ഒരു വാശിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്ത് ഡൗട്ട് ഞാൻ ഒരുപാട് ഡൗട്ട് വെറുതെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദേഷ്യം കൂടാതെ നല്ല രീതിയിൽ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരുന്ന നേഴ്സുമാരും അതുപോലെ അരവിന്ദ് സാർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരും. അതുപോലെ നല്ല ട്രീറ്റ്മെൻറ്റാണ്. എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും അതുപോലെ കോയമ്പത്തൂർ പോയപ്പോഴും ഞങ്ങൾക്ക് ഒരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. കോയമ്പത്തൂർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇവിടെ പാലക്കാട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അവിടെ അത്രയും കെയറാണ്. ഇനി എന്താ പറയുക, ആരെയും ട്രീറ്റ്മെൻറ്റ് എടുക്കണേ ഐശ്വര്യയിൽ പോകാനേ ഞങ്ങൾ പറയുള്ളൂ. എന്തുവിധ ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരും. ഞാൻ എപ്പോഴും രാത്രി അടക്കം വിളിക്കാറുണ്ട് ഇവരെ. അത് നല്ല എന്താ പറയുക, ഞങ്ങൾക്ക് ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടാവോ ഇല്ലയോ എന്ന് ഒരു നല്ല വിശ്വാസക്കുറവുണ്ടായിരുന്നു. അത് ഞാൻ ഇവരെ അടുത്ത് ഒപ്പഴും പറയും, എനിക്ക് ആവോ, എനിക്ക് നടക്കുമോ, അങ്ങനെ ഒരു. പിന്നെ ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ല, ഞങ്ങൾ 2 പേരും മാത്രം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ അങ്ങനെ ഞങ്ങൾ ജോലിക്കും പോകണം, ട്രീറ്റ്മെൻറ്റിനും വരില്ല. ഞാൻ ഉച്ചയ്ക്കൊക്കെ ലീവ് എടുത്തിട്ട് ഓടിക്കൊണ്ട് വരുമായിരുന്നു. പിന്നെ ഇവരെന്ത് പറയണോ ആ രീതിക്ക് തന്നെ ഞാൻ ഫോളോ ചെയ്ത് ഇതുവരെ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ഡോക്ടർമാർ പറയുന്ന പോളത്തിനേക്കാളും നമ്മുടേതായ ഒരു കെയർ ഉണ്ടെങ്കിൽ തന്നെ പ്രഗ്നൻസി നിലനിൽക്കുള്ളൂ. കാരണം എൻ്റെ സുഹൃത്തുക്കൾ പലരും IVF ചെയ്തിട്ട് വീണു, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കെയർ കൂടുതൽ ഉണ്ടാകണം ഡോക്ടർ പറയുന്നതിനേക്കാളും അപ്പുറം. അത് എൻ്റെ സുഹൃത്തുക്കൾ 2 ആൾക്ക് സംഭവിച്ചു പോയി. പ്രഗ്നൻസി ആയിട്ട് വീണിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ ഈ IVF എല്ലാവരും പേടിക്കും. ഞാൻ അത്ര പേടിച്ചില്ല. എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. എന്തായാലും കുട്ടികളുണ്ടാകുന്ന ഒരു മനസ്സിലൊരു ധൈര്യം ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് വെളിയിലൊരു ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. ജോലിക്കും പോകണം, വീട്ടിലാളില്ല, ട്രീറ്റ്മെൻറ്റ് നോക്കണം, എല്ലാം കൂടി ആകെ ഒരേ ടെൻഷനായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ IVF അത്ര പേടിക്കാനില്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ 2 എന്താണ് പറയുക, ഞങ്ങളുടെ സ്വർണ്ണ ഖനികളാണ് രണ്ടും. ഞങ്ങളുടെ 2 സ്വർണ്ണ മുത്തുകളാണത്.
IVF എല്ലാവരുടെയും ധാരണ ഫുൾ ബെഡ് റെസ്റ്റ് എന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ബെഡ് റെസ്റ്റ് ഒന്നും എടുത്തിട്ടേ ഇല്ല. എന്താ വെച്ചാൽ വീട്ടിൽ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കുറച്ച് ശ്രദ്ധിക്കേണ്ടെന്നല്ല, എന്നാലും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ ഫുള്ളി ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. ട്രീറ്റ്മെൻറ്റ് എല്ലാവരും വിചാരിക്കുന്നത് നമ്മളെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, ബെഡ് റെസ്റ്റ് തന്നെ എടുക്കണം എന്നാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥം ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളായി. ഞങ്ങൾ ആകെ ഒരു 10 ദിവസം തന്നെ അവിടെ ഹോസ്പിറ്റലിൽ ബെഡ് റെസ്റ്റിൽ ഇരുന്നിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ വീട്ടിൽ വന്നു. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കി പോസിറ്റീവാണ്. അപ്പോൾ ഈ 10 ദിവസം മാത്രമേ ഞങ്ങൾ പിന്നെ ബെഡ് റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ അത്യാവശ്യം വൈഫ് വർക്കൊക്കെ ചെയ്യുമായിരുന്നു, ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഫുള്ളായി സഹായിക്കുമായിരുന്നു. അല്ല IVF പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് 2 നല്ല മക്കളെയാണ് ദൈവം അനുഗ്രഹിച്ച് തന്നത്. അതിന് ഞങ്ങൾ വളരെയധികം സന്തോഷമാണ്. എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട്,